LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നാളെ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ശനിയാഴ്ച പകൽ 3-ന് പാലക്കാട് ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ ന്യൂ ബസാറിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലാണ് സ്വീകരണം. സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റം പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശനവും ജാഥ എത്തുന്നതിന് മുമ്പ് നാടൻപാട്ടും അരങ്ങേറും. ജില്ലാ അതിർത്തിയായ നീലിയാട് നിന്നും തൃത്താല മണ്ഡലത്തിലേക്ക് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെയും ജാഥയെ വേദിയിലേക്ക് സ്വീകരിക്കും. ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ, മാനേജർ P സന്തോഷ് കുമാർ, മറ്റു ജാഥ അംഗങ്ങളും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ LDF മണ്ഡലം കൺവീനർ PN മോഹനൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, T ഹംസ, AK ദേവദാസ്, CK വിജയൻ, ശ്രീജി കടവത്ത് എന്നിവർ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 3 പ്രചരണ ജാഥകൾ നടക്കുന്നുണ്ട്. ഈ പ്രചരണ ജാഥകളിൽ വടക്കൻ മേഖലാ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും PV അംഗവുമായിട്ടുള്ള സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററാണ്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ജാഥ ഫെബ്രുവരി 1-ന് മഞ്ചേശ്വരത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്ത് വിവിധ ജില്ലകളിലെ പ്രചരണം പൂർത്തീകരിച്ചുകൊണ്ട് 14-ാം തീയതി 3 മണിക്ക് തൃത്താല മണ്ഡലത്തിലെ കൂറ്റനാട് ആദ്യ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേരുകയാണ്. ജില്ലാ അതിർത്തിയായ നീലിയാട് വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ജാഥയെ സ്വീകരിച്ച് ജില്ലയിലേക്ക് ആനയിക്കും. ആവേശകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ്, ജനങ്ങളുടെ വൻ പങ്കാളിത്തത്തോടു കൂടിയാണ് ജാഥ ഓരോ സ്വീകരണങ്ങളിലും നിന്ന് സ്വീകരണങ്ങളിലേക്ക് മാറി എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃത്താല അസംബ്ലി മണ്ഡലം വരുന്ന കൂറ്റനാടും ഈ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബൃഹത്തായിട്ടുള്ള ഇടപെടലുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ, മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാഥയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോട് എടുക്കുന്ന സാമ്പത്തിക ഉപരോധം, വർഗീയ വൽക്കരണം, സംസ്ഥാന ഗവൺമെന്റിനോടുള്ള അവഗണന, ഈ സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കേന്ദ്രത്തിന്റെ കേരള സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക് എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടാണ് ഈ ജാഥ ജനങ്ങളുടെ സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനഹൃദയങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. LDFന്റെ കൺവീനർ സഖാവ് PN മോഹനൻ ജാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 1-ാം തീയതി മുതൽ ആരംഭിച്ച സംസ്ഥാന തലത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ജാഥയുടെ പേര് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള ജനകീയ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ ജാഥയിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിൻ്റെ വികസനത്തിൽ, അതുപോലെ ജനകീയ താൽപ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള മേഖലകളിൽ
ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ കാലഘട്ടങ്ങളിലും കേരളത്തിലാകെ ഭരണം ലഭ്യമായ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുകയുണ്ടായി. അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളിലാകെ അതിശക്തമത്തായ ഒരു ഇടപെടലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ ജനങ്ങൾ വലിയ സന്തോഷവാന്മാരാണ്. ആ പ്രവർത്തനങ്ങളാകെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങൾ അത്തരം കാര്യങ്ങളിൽ സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കൂറുള്ളവരും എല്ലാ കാലഘട്ടങ്ങളിലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുമാണ് എന്ന അഭിപ്രായം തന്നെയാണ് കേരളത്തിലാകെ ഉയർന്നു വന്നിട്ടുള്ളത്. വലിയൊരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ. അതിൻ്റെ ഭാഗമായാണ് ഈ 3 മേഖലയിലും ഈ ജാഥ നടത്തുന്നത്. ജാഥയുടെ വിശദാംശങ്ങൾ ഇവിടെ സംസാരിച്ചാണ്. ഈ ജാഥ തൃത്താല മണ്ഡലത്തിൽ എത്തുമ്പോൾ അതൊരു കോളിളക്കം സൃഷ്ടിക്കും, ഉറപ്പാണ്. വലിയൊരു സംഭവമായി മാറ്റും മുമ്പുള്ള കാലങ്ങളെ അപേക്ഷിച്ച്. കാരണം അത്രയധികം വികസന പ്രവർത്തനങ്ങൾ ഈ തൃത്താല മണ്ഡലത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേണ്ടത്ര നടപ്പാക്കാൻ കഴിയുന്ന നമ്മുടെ MLA ജാതിയും ഇതോടൊപ്പം കഴിഞ്ഞു ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ജാഥകളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വാഹന പ്രചരണ ജാഥകളിലൊക്കെ തന്നെ ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് നേരിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതാണത്. വലിയ പങ്കാളിത്തം മുമ്പത്തേക്കാളേറെ ഞങ്ങൾ പ്രതീക്ഷയേക്കാൾ കൂടുതൽ ജനം ആവേശത്തോടു കൂടി MLA-യുടെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും ഒക്കെ അഭിസംബോധന ചെയ്യാനും എല്ലാറ്റിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജാഥ അതിഗംഭീരമായിരിക്കും. പാലക്കാട് ജില്ലയിലേക്ക് കടന്നാൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ജാഥയായിരിക്കുന്നത്. കൂറ്റനാട് നാളെ 3 മണിക്കാണ് എത്തിച്ചേരുക. 10,000-ലധികം ആളുകൾ ഈ ജാഥാ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കും. തൃത്താല അസംബ്ലി മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിൽ നിന്നും 8 പഞ്ചായത്തുകളിൽ നിന്നും ഈ സ്വീകരണ പരിപാടിയിലേക്ക് ബഹുജനങ്ങൾ പങ്കെടുക്കും. നീലിയാട് നിന്ന് മോട്ടോർ സൈക്കിളുകളുടെ അകമ്പടിയോടുകൂടിയാണ് ജാഥയെ കൂറ്റനാട് എത്തിക്കുക. കൂറ്റനാട് സെൻറ്ററിൽ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നാഗരശ്ശേരി പഞ്ചായത്തിലെ ബഹുജനങ്ങൾ കൂറ്റനാട് സെൻറ്ററിൽ നിന്ന് ജാഥ സ്വീകരണ കേന്ദ്രമായിട്ടുള്ള സംഗമം ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്തേക്ക് ഗോവിന്ദമാഷെ അനുഗമിക്കും. ഈ ബാക്കിയുള്ള മുഴുവൻ പഞ്ചായത്തുകളിലെയും ബഹുജനങ്ങൾ ഈ സംഗമം ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്തുള്ള പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സ്റ്റേജിന് മുൻവശത്തുള്ള സ്ഥലത്താണ് സംഘടിക്കുക. വളരെ വലിയ മുന്നൊരുക്കങ്ങൾ ജാഥാ സ്വീകരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൃത്താല അസംബ്ലി മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. ആ തയ്യാറെടുപ്പിൻ്റെയൊക്കെ പരിസമാപ്തി എന്ന നിലയിൽ വലിയ ബഹുജന മുന്നേറ്റം ഈ ജാഥാ സ്വീകരണ പരിപാടിയിൽ ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 3 മേഖലാ ജാഥകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അതിൽ വടക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി മാസം 1-ാം തീയതി ആരംഭിച്ച് നാളെ തൃത്താല മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തൃത്താല മണ്ഡലത്തിലെ നീലിയാട് അവിടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതിന് വലിയ രീതിയിലുള്ള സ്വീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സ്വീകരണത്തോടു കൂടി തൃത്താല മണ്ഡലത്തിലേക്ക് ഈ ജാഥ വരുമ്പോൾ ഇവിടെ കൂറ്റനാട് സെൻറ്ററിൽ നൽകുന്ന സ്വീകരണത്തിന് അതിൻ്റെ പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക്സ് ആൻഡ് ഡിസൈൻസ് കൂറ്റനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു. ആഭരണ പ്രേമികളുടെ മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം. ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ, കുർത്തീസ്, കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു.